ത്രിയേക ദൈവത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. വീണ്ടും പ്രഭാതത്തിലേക്ക് ഏവർക്കും സ്വാഗതം. സംഖ്യാപുസ്തകം 11 അധ്യായം അതിൻ്റെ 34 വാക്യം. ദുരാഗ്രഹികളുടെ കൂട്ടത്തെ അവിടെ കുഴിച്ചിട്ടതുകൊണ്ട് ആ സ്ഥലത്തിന് കിബ്രോത്ത് ഹത്താവ എന്നു പേരായി. ആരാണ് ഈ ദുരാഗ്രഹികളുടെ കൂട്ടം? അത് ഇസ്രായേൽ മക്കൾ തന്നെയാണ്. ഇസ്രായേൽ ജനത മരുഭൂപ്രയാണത്തിലാണ്. മിസ്രയീമിൻ്റെ അടിമത്തത്തിലായിരുന്ന ഇസ്രായേൽ ജനതയെ ദൈവം മോശ മുഖാന്തരം വിടുവിച്ച് പാലും തേനും വീഴുന്ന കനാൻ ദേശത്തേക്ക് മരുഭൂമിയിലൂടെ അവരെ നയിക്കുകയാണ്. ഈ മരുഭൂപ്രയാണത്തിൽ പല പ്രാവശ്യം ഇസ്രായേൽ ജനത ദൈവത്തോടും മോശയോടും അഹരോനോടും പിറുപിറുക്കുന്നുണ്ട്. അവരുടെ ഒരു പതിവാണിത്. അങ്ങനെ ആ മരുഭൂപ്രയാണം ഇങ്ങനെ തുടരുമ്പോൾ ഇടയ്ക്ക് വെച്ച് അവർക്ക് വെള്ളം കിട്ടാതെയാകുകയാണ്. വെള്ളം കിട്ടാതെ വരുമ്പോൾ അവർ പതിപോലെ മോശയോടും അഹരോനോടും പിറുപിറുക്കുകയാണ്. അപ്പോൾ ദൈവത്തോട് ഈ മോശയും അഹരോനും യാചിച്ചു. അങ്ങനെ മോശയും അഹരോനും വെള്ളത്തിന് വേണ്ടി യാചിക്കുമ്പോൾ, ഇസ്രായേൽ ജനതയ്ക്ക് വേണ്ടി യാചിക്കുമ്പോൾ ദൈവം അവർക്ക് വെള്ളം കൊടുക്കുന്നുണ്ട്. മാറായിൽ ആ കൈപ്പേറിയ അനുഭവത്തെ, ആ കൈപ്പേറിയ വെള്ളത്തെ, ഇതാ അടിമത്തത്തിൻ്റെ കയ്പ് നീർ കുടിച്ചിരുന്ന ഇസ്രായേൽ ജനത ഇതാ മാറായിൽ അവരുടെ ആ കൈപ്പേറിയ അനുഭവത്തെ ഇതാ മധുരമുള്ളതാക്കി തീർക്കുകയാണ്. സ്വാതന്ത്ര്യത്തിൻ്റെ മധുരം അനുഭവിക്കുന്ന ആ വെള്ളം അവർക്ക് കൊടുക്കുകയാണ്. അപ്പം അവർക്ക് വെള്ളം കൊടുത്തു. അത് കഴിഞ്ഞ് പിന്നെയും ഒരു യാത്ര തുടരുമ്പോഴാണ് ഭക്ഷണം കിട്ടാതെയാകുന്നത്. ഭക്ഷണമില്ലാതെയാകുമ്പോൾ അപ്പോഴും ഇവർ പിറുപിറുക്കുകയാണ്. കാരണം ഇവർ നന്ദികെട്ട ജനമാണ്. നമ്മുടെ ആവശ്യങ്ങളെല്ലാം നമ്മൾ ചോദിക്കാതെ തന്നെ തരുന്ന ദൈവമാണ്. ഇത് മിസ്രയീമിൻ്റെ അടിമയിൽ നിന്ന് വിടുവിച്ച ദൈവമാണ്. ഇതേവരെ നടത്തിയ ദൈവമാണ്. നമ്മുടെ പ്രയാസങ്ങളെ നമ്മൾ പറയാതെ തന്നെ അറിയുന്ന ദൈവമാണ്. ആ ദൈവത്തെ അവർ മറക്കുകയാണ്. ആ മരണകരമായ മറവി, ആ നന്ദികേടാണ് ഈ പിറുപിറുപ്പിനെല്ലാം കാരണം. അങ്ങനെ വീണ്ടും പിറുപിറുക്കണം. ഭക്ഷണമില്ലാതെ ഇങ്ങനെ പിറുപിറുക്കുമ്പോൾ ദൈവം അവർക്ക് ഏറ്റവും മേൽത്തരമായ സ്വർഗീയ മന്ന കൊടുക്കുകയാണ്. സ്വർഗീയർ ഭക്ഷിക്കുന്ന ആ ഭക്ഷണം, വിശിഷ്ടമായ ഭക്ഷണം അവർ കൊടുക്കുകയാണ്. അതായത് ഇതാ സ്വർഗീയർ ഭക്ഷിക്കുന്ന ആ വിശിഷ്ടമായ ആ ഭക്ഷണം, ആ മന്ന ഇതാ മൺമേറായ ബലഹീനരായ മനുഷ്യർക്ക് കൊടുക്കുകയാണ്. അങ്ങനെ അവർ ചോദിച്ചപ്പോൾ അവർക്ക് ഭക്ഷണവും കൊടുത്തു, സ്വർഗീയ മന്ന കൊടുത്തു. പക്ഷെങ്കിൽ സ്വർഗീയ മന്ന ഇങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ, സ്വാദിഷ്ടമായ ആ മന്ന കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ അവർ പറയുകയാണ്, ഞങ്ങൾക്ക് ഇറച്ചിയും വേണമെന്ന് പറയുകയാണ്. ഇറച്ചിയും വേണമെന്ന് പറയുകയാണ്. അങ്ങനെ ഇറച്ചിയും വേണമെന്ന് പറയുമ്പോൾ ഇതാ ദൈവം വലിയൊരു കാറ്റടുപ്പിച്ച് അവിടെ കാടപ്പക്ഷികളെ കൊടുത്തു. അവരിഷ്ടം പോലെ പിടിച്ച് അവർ പാകം ചെയ്ത് കഴിച്ചു. എന്നാൽ ദൈവം അവിടെ ഒരു കാര്യം കൂടെ നടത്തുന്നുണ്ട്, ഒരു സംഹാരം നടത്തുന്നുണ്ട്. ആ സംഹാരത്തിൽ നശിച്ചുപോയ ആ ദുരാഗ്രഹികളുടെ കൂട്ടത്തെയാണ് ദൈവം അവിടെ അടക്കിയെന്ന് പറയുന്ന ഹിബ്രോത്ത് ഹത്താവയിൽ അടക്കി. ആ ദുരാഗ്രഹികളുടെ കൂട്ടത്തെ ആ അടക്കിയതുകൊണ്ട് ആ സ്ഥലത്തിന് ഹിബ്രോത്ത് ഹത്താവ എന്ന് പേരായി. എന്തുകൊണ്ടാണ് ദൈവം ആ സംഹാരം നടത്തിയത്? ഇതാ ദൈവം അവർ വെള്ളം ചോദിച്ചപ്പോൾ ഒന്നും പറയാതെ ദൈവം അവർക്ക് വെള്ളം കൊടുത്തു. ആ ഭക്ഷണം ചോദിച്ചപ്പോൾ ഇതാ സ്വർഗീയർ ഭക്ഷിക്കുന്ന സ്വർഗീയ മന്ന അവർക്ക് കൊടുത്തു. അപ്പോഴും സംഹാരം നടന്നില്ല. എന്നാൽ ഇറച്ചി ചോദിച്ചപ്പോൾ ദൈവം അവിടെ സംഹാരം നടത്തുകയാണ്. എന്തുകൊണ്ടാണ് ഇറച്ചി ചോദിച്ചപ്പോൾ സംഹാരം നടത്തിയത്? ആ ഇറച്ചി എന്ന് പറയുന്നത് അത്യാഗ്രഹത്തിൻ്റെ പ്രതീകമാണ്. അത് അത്യാഗ്രഹത്തിൽ നിന്നുള്ളൊരാഗ്രഹമാണ്, അത് ദുരാഗ്രഹമാണ്. കാരണം അവർക്ക് ജീവൻ നിലനിർത്താനുള്ളത് ദൈവം അവർ ചോദിക്കാതെ തന്നെ കൊടുക്കുന്നുണ്ട്. ഭക്ഷണമായാലും പാനീയമായാലും പാർപ്പിടമായാലും അവരുടെ സംരക്ഷണമായാലും ശത്രുക്കളിൽ നിന്നുള്ള സംരക്ഷണം എല്ലാം അവർക്ക് സജ്ജീകരിച്ചു കൊടുക്കുന്നുണ്ട് ദൈവം. എന്നാൽ ഇത് അത്യാഗ്രഹം, അത് ദൈവകോപത്തിനിടയാക്കും. അങ്ങനെ ആ അത്യാഗ്രഹം, കാരണം അവർ പറയുകയാണ് ഇതിനെക്കാട്ടും നല്ലത് ഈ മിസ്രൈമിലെ ആ ഇറച്ചിക്കലങ്ങളായിരുന്നു പറയുകയാണ്. കാരണം ഇന്നത്തെ സ്വാതന്ത്ര്യത്തിനേക്കാളും നല്ലത് ഇന്നലത്തെ അടിമത്തമായിരുന്നു നല്ലതെന്ന് പറയാണ്. അതായത് ഇപ്പോഴും അവർ ആ അടിമത്തത്തെ, ആ അസ്വാതന്ത്ര്യത്തെ ആസ്വദിക്കാൻ, അങ്ങനെ ഒരു നന്ദികെട്ട ജനതയെ ആ നന്ദികെട്ട മനസ്സിനെ ദൈവകോപത്തിന് ഇടയാക്കും. ദൈവം അവരുടെ സംഹാരം നടത്തും. പ്രിയമുള്ളവരെ, നമ്മുടെയൊക്കെ ജീവിതത്തിൽ നമ്മുടെ ഈ അത്യാഗ്രഹം അത് ദൈവകോപത്തിന് ഇടയാക്കും, അത് സംഹാരത്തിന് ഇടയാക്കും, നമ്മുടെ നാശത്തിന് ഇടയാക്കും. നമ്മുടെ ഈ മരുഭൂപ്രയാണത്തിൽ നമുക്ക് ആവശ്യമുള്ളത് ദൈവം തരും. അത് ഭക്ഷണമായാലും നമുക്ക് വെള്ളമായാലും പാർപ്പിടമായാലും വസ്ത്രമായാലും നമുക്ക് ആവശ്യം ഉണ്മാനും ഉടുപ്പാനുമുള്ളത്, നമ്മുടെ ജീവനെ നിലനിർത്തുവാനുള്ളത്, നമുക്ക് ജീവിക്കുവാൻ, കുടുംബമായി ജീവിക്കുവാനുള്ളത് ദൈവം നമ്മൾ ചോദിക്കാതെ തന്നെ തരും. ആ ദൈവത്തിൻ്റെ കടമയാണ്. ദൈവം മനസ്സിലുള്ളത് തരും. എന്നാൽ അതിലുപരിയായി ഇറച്ചിയോടെ ചോദിക്കുന്നത്, ഇറച്ചി എന്ന് പറയുന്നത് നമ്മൾ ആശ്ചര്യമായിട്ട് എടുക്കേണ്ട, ആലങ്കാരികമായിട്ട് ഇറച്ചി എന്ന് പറഞ്ഞാൽ
അത്യാഗ്രഹത്തിൻ്റെ അല്ലെങ്കിൽ ഒരു ദുരാഗ്രഹത്തിൻ്റെ ഒക്കെ ഒരു ഇതാണ്. അത് അനാവശ്യമായി ആവശ്യത്തിലധികമായി കൂട്ടിവെക്കുന്ന ഒരനുഭവം ഉണ്ടല്ലോ, അതാണ് അവിടെ ഇറച്ചിയായിട്ട് നമ്മൾ കാണേണ്ടത്. ആ ഇറച്ചി അതായത് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഇങ്ങനെ കൂട്ടിവെക്കുന്നതൊക്കെയും അധികമായി സമ്പാദിക്കുന്നതൊക്കെയും അതിൽ മറ്റുള്ളവർക്ക് അനുഭവിക്കേണ്ടതായിരുന്നു, മറ്റുള്ളവർക്ക് അവകാശപ്പെട്ടതാണ് നമ്മൾ കൂട്ടിവെക്കുന്നുള്ള ബോധം നമ്മളെ ഭരിക്കണം. ഈ ഭൂമിയിൽ നമുക്ക് ജീവിക്കുവാനുള്ളതെല്ലാം ഉണ്ട്. എന്നാൽ അത് നമ്മൾ കൂട്ടിവെക്കുക, മറ്റുള്ളവർക്ക് കിട്ടേണ്ട കാര്യങ്ങൾ നമ്മൾ കൂട്ടിവെക്കുമ്പോൾ അവിടെ മറ്റുള്ളവർ ദാരിദ്ര്യത്തിലാവും, പട്ടിണിയിലാവും. അതാണ് നാശത്തിന് കാരണം. അതുകൊണ്ടാണ് ഈ ഭൂമിയിൽ നമുക്കറിയാം പുഴകൾ വറ്റി വരളുന്നു, വരൾച്ച ഉണ്ടാകുന്നു. എന്താണ് കാരണം? ആ അനധികൃതമായ മണ്ണുവാരലും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആകുമ്പോൾ ഇതാ പുഴകൾ, നദികൾ വറ്റി വരളുന്നു. ഇതാ വനങ്ങളെല്ലാം നശിക്കുന്നു. ആ മരം കടത്തും മരം വെട്ടും ഒക്കെ ആകുമ്പോൾ അവിടെ ഇതാ കാലാവസ്ഥയെ തന്നെ അത് ബാധിക്കുന്നുണ്ട്. ആ കാലം തെറ്റി വരുന്ന കാലാവസ്ഥ, മഴ, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ, മഴ, വെയിൽ, അങ്ങനെ വരൾച്ച, മരമൊക്കെ വെട്ടിമുറിക്കുമ്പോൾ മണ്ണൊലിപ്പുണ്ടാകും. മണ്ണൊലിപ്പിനെ തടയാൻ പറ്റുന്നില്ല, മണ്ണൊലിപ്പാകുന്നു. അങ്ങനെ ഭൂകമ്പം ഉണ്ടാകുന്നു, പ്രളയം ഉണ്ടാകുന്നു, അങ്ങനെയുള്ള അവസ്ഥ. അതുകൊണ്ടാണ് അരിക്കൊമ്പനും മുറിക്കൊമ്പനും ഒക്കെ ആ കാട്ടിൽ നിന്ന് നാട്ടിലിറങ്ങുന്നത്. കാരണം അവർക്ക് അവിടെ കാടില്ല, അവർ ജീവിക്കുവാനുള്ള അതെല്ലാം വെട്ടി നശിപ്പിക്കണം. അത് നാട്ടിലേക്ക് വരികയാണ്. അതുപോലെ തന്നെ ഭൂകമ്പങ്ങൾ ഈ ഭൂമിയെ മൊത്തം കുഴിച്ച് പ്രകൃതിയെ മൊത്തം ചൂഷണം ചെയ്ത് ഒരു മുട്ടത്തോട് പോലെ ആകുമ്പോൾ അതെല്ലാം ഇങ്ങനെ ഉടഞ്ഞു പോകുന്ന അനുഭവം, കൊല്ലം പൊള്ളയാണ്. അങ്ങനെ പാറകളും എല്ലാം പൊട്ടിച്ചെടുത്ത് പ്രകൃതി ദുരന്തം ഉണ്ടാകും. അതുകൊണ്ടാണ് ഇങ്ങനെയാകുന്നത്. അതുകൊണ്ട് ജീവിതത്തിൽ ഈ ഇറച്ചി വേണമെന്ന് പറയുമ്പോൾ, ഇറച്ചി എന്ന് പറയുമ്പോൾ നമ്മുടെ അത്യാഗ്രഹമാണ്, ദുരാഗ്രഹമാണ്. അതിങ്ങനെ വേണ്ടെന്ന് പറയുമ്പോൾ നമുക്ക് ആവശ്യത്തിലധികം സമ്പത്തും ഭക്ഷണവും ഒക്കെ ഉണ്ടാകുമ്പോൾ നമുക്ക് നോക്കണേ, അമിതമായ ഭക്ഷണം കഴിച്ചാൽ എന്താകും സംഭവം? അത് പലവിധമായ രോഗത്തിന് ഒക്കെ കാരണമാകും. അത് സംഹാരത്തിൻ്റെ അനുഭവമാണ്. അതുകൊണ്ട് നാശത്തിൻ്റെ അനുഭവമാണ്. അതുകൊണ്ട് ജീവിതത്തിൽ ചില കാര്യങ്ങൾ ഇപ്പം നമുക്ക് ആവശ്യത്തിലധികമാകുമ്പോൾ മതി എന്ന് പറയാൻ കഴിയണം. നമുക്ക് ആവശ്യത്തിലധികമാകുന്ന എന്തും മതി എന്ന് പറയാനുള്ള ഒരു പ്രവണത, ഒരു മനോഭാവം നമുക്കുണ്ടാകണം. അല്ല, ചില കാര്യങ്ങളോട് വേണ്ട എന്ന് പറയാനുള്ള ഒരു മനോഭാവം ഉണ്ടാകണം. അങ്ങനെ വേണ്ട എന്ന് പറയാനും അല്ല മതി എന്ന് പറയാനും നമുക്ക് കഴിയുന്നില്ലെങ്കിൽ ഇവിടെ ഇതാ ഹിബ്രോത്ത് ഹത്താവയുടെ അനുഭവം ഉണ്ടാകും. ഹിബ്രോത്ത് ഹത്താവയിലെ ഇതാ ദുരാഗ്രഹികളുടെ കൂട്ടത്തെ കുഴിച്ചിട്ടതുപോലെ നമ്മൾ അത്യാഗ്രഹത്തിനും ദുരാഗ്രഹത്തിനും ഒക്കെ പോയി കഴിഞ്ഞാൽ നമുക്കും ഹിബ്രോത്ത് ഹത്താവയുടെ അനുഭവം ഉണ്ടാകും എന്നുള്ള ബോധ്യത്തോടെ ഭരിക്കാം, നമുക്ക് ജീവിക്കാം. അല്ലെങ്കിൽ എന്താകും? അതുപോലെ നമുക്ക് അത്യാവശ്യത്തിന് ഉണ്മാനും ഉടുപ്പാനും മതി, ദൈവം നമുക്ക് ആവശ്യമുള്ളത് തരും എന്ന ആ ദൈവത്തിൽ ആശ്രയിച്ചാൽ, ദൈവം തരുന്ന മതി എന്ന ബോധ്യത്തോടെ ജീവിച്ചാൽ നമ്മളിതാ ആ കാലേബിൻ്റെയും യോശുവയുടെ അനുഭവം, കനാൻ ദേശത്തിൻ്റെ അനുഭവം നമുക്കുണ്ടാകും. അതുകൊണ്ട് നമ്മൾ ചിന്തിക്കുക, ഹിബ്രോത്ത് ഹത്താവയുടെ അനുഭവം വേണോ, അതോ കാലേബിൻ്റെയും ആ യോശുവയുടെ അനുഭവമായ ആ നിത്യമായ ആ പാലും തേനും വീഴുന്ന കനാൻ ദേശം വേണമോ? അതുകൊണ്ട് നമുക്ക് എപ്പോഴും അഭികാമ്യം എന്ന് പറയുന്നത് ആ കാലേബിനെ പോലെ, ആ യോശുവയെ പോലെ ആ നിത്യമായ അനുഭവത്തിൻ്റെ, പാലും തേനും ഒഴുകുന്ന സ്വർഗീയമായ ആ കനാൻ ദേശത്തിൻ്റെ അനുഭവത്തിലേക്ക് നമുക്ക് കിടക്കാം. അതുകൊണ്ട് അത്യാഗ്രഹമൊക്കെ കളഞ്ഞ്, ദുരാഗ്രഹമൊക്കെ വെടിഞ്ഞ് ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് നമുക്ക് ദൈവം തരുന്ന മതി എന്ന ബോധ്യത്തോടെ, ദൈവാശ്രയബോധത്തോടെ ജീവിക്കാം. അതിന് ദൈവത്തിൻ്റെ പരിശുദ്ധം സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവം നമ്മെ സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ.